അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നു. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദ പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസും ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത് എല്ലാം തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പക്ഷെ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നശിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം. ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലൂക്കാ 15:18, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവന്റെ ഒരു സോളിലോക്കിയാണ്. അവന്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധ്യാനഗുരുവില്ല, ധ്യാനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്, ഞാൻ ഈ ധൂർത്തപുത്രനെ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാമോ?
അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്നുവെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപ് കാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും, അവിടെ മുട്ടയെന്ന് മൂസ്വർഗസ്ഥനായി ചൊല്ലിയിട്ട് പോന്നാൽ മതി. പക്ഷേ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാവുന്ന ഇത് ദൈവദർശന സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ്. ഈ കഥയെല്ലാം വരണ എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് പാപിയെ കാണുന്നത്? പ്രായത്തെ ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട് അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം അയാൾ ചെല്ലുകയല്ല ചെയ്യണത്, പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോൻപുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിലൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചില അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരുടെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ വയനാട്ടിലോ എവിടെയോ ചെന്നപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളും ആണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്, ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിലുള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസേന റിട്ടാലിയേഷൻ സംഭവിക്കും, നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാ പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോൻപ് കാലം. ഇത് ചെയ്യണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ക്ഷണത്തിന് സാക്ഷികളാക്കി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ്, ഞങ്ങളുടെ കുഞ്ഞ് ഇവാൻ. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് 2020 ഫെബ്രുവരി മാസത്തിലായിരുന്നു. യാത്രയുടെ ഇടയിൽ എനിക്കൊരു കൃപാസന പത്രം ലഭിക്കുകയുണ്ടായി. ഞാനൊരു നേഴ്സാണ്. 2015 മുതൽ ഞാൻ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. പല കാരണങ്ങളാൽ അത് ജോലി നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ കൃപാസന പത്രം എനിക്ക് ലഭിച്ചതിന് ശേഷം ഉടനെ തന്നെ ഒരു വേക്കൻസി ഞാനൊരു പത്രത്തിലെ ആഡ് കാണുകയും അപ്ലൈ ചെയ്യുകയുണ്ടായി. അതൊരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അവിടെ ടെമ്പററി വിസയായിട്ട് 6 മന്ത്
വിത്തൗട്ട് ലൈസൻസ് എക്സാമിൽ കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തതാണ്. അവരെന്നെ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുകയും അതെനിക്ക് ആ ജോലി ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ 2015 മുതൽ പോകാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏജൻസിക്കും മറ്റും പണം കൊടുക്കാൻ എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പോകാതെ ഇരുന്നത്. എന്നാൽ എന്നെ ദൈവം ഞാൻ നേരത്തെ മുതലേ മാതാവിനെ അറിഞ്ഞിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ജപമാല ചൊല്ലുമായിരുന്നു. ജോലിക്ക് ഡൽഹിയിലായിരുന്നു. ആ സമയത്തൊക്കെയും നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രയറിനും ആരാധനയിലും പിന്നെ നൈറ്റ് ആരാധനകളിലൊക്കെയും ഞങ്ങൾ ഡൽഹിയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടും പങ്കെടുക്കുമായിരുന്നു. അന്നൊക്കെയും ഞങ്ങൾ കൊന്തയും ജപമാലയും കുരിശിൻ്റെ വഴിയൊക്കെയും ഞങ്ങൾ ചെല്ലുമായിരുന്നു. അങ്ങനെ ഞാൻ 2019 നാട്ടിൽ വരികയുണ്ടായി. അങ്ങനെ ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസന പത്രം ലഭിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ടായി. എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ 1 രൂപ പോലും എനിക്ക് ഏജൻസിക്കോ മറ്റും കൊടുക്കാൻ ഇടയാക്കാതെ പരിശുദ്ധ അമ്മ എന്നെ അബുദാബിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി തന്ന് സഹായിച്ചു. ഹസ്ബൻഡ് അപ്പോൾ ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല ഇതുപോലെ എക്സാം എഴുതണം. കാരണം എനിക്ക് ടഫാണ്, ഈ എക്സാം ഹാർഡ് പാസ്സാവാൻ കഴിയില്ല, DH എഴുതാൻ കഴിയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ കൂടുതലും സൗദി, കുവൈറ്റ് ഒക്കെയാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്ലാനിങ്ങിലൂടെ അല്ലാതെ തന്നെ മാതാവിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾക്ക് എക്സാം പോലും ക്ലിയർ ആവാതെ ഇവിടെ നിന്ന് എനിക്ക് പോകാൻ കഴിയുകയും ഞാൻ 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ഹാർഡ് എന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി എനിക്ക് അവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചു. 2 വർഷമായതിനു ശേഷം എനിക്ക് സിവിയർ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ടായി. അവിടെ 12 hours ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ കണ്ടിന്യൂ ആയപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വേണമെന്ന് തോന്നി. ഞാൻ ആ ജോലിയിൽ ഞാനത് പുതുക്കാതെ റിന്യൂവൽ ചെയ്യാതെ അവിടെ നിന്നും റിസൈൻ വെച്ചിറങ്ങി. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് UAE എക്സ്പീരിയൻസ് ഉണ്ട് 2 വർഷത്തെ. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും വേറെ ജോലി ലഭിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ജോലി എവിടെയും ലഭിച്ചില്ല. ഞങ്ങൾ നാട്ടിൽ വന്നു. തിരിച്ച് ഞാൻ വിസിറ്റിംഗ് വിസയിൽ പോകേണ്ടി വന്നു. അപ്പം ഓരോ ദിവസവും അപ്ലൈ ചെയ്യും, മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. വിസിറ്റ് പുതുക്കാറായല്ലോ, ഒരാളുടെ വരുമാനത്തിൽ ഞങ്ങൾക്ക് അവിടെ ജോലിയില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും മാതാവേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ രാത്രി കാലങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് ഞാൻ അറിയുന്നു എവിടെയൊക്കെയോ ഗോൾഡൻ വിസ കിട്ടുന്നുവെന്ന്. എൻ്റെ ഫ്രണ്ട്സ് പലരായി പറയുന്നു ഗോൾഡൻ വിസ കിട്ടി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ വീണ്ടും ചിന്തിച്ചു, ദൈവമേ, ഞാൻ ജോലിയിലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ഗോൾഡൻ വിസ കിട്ടിയേനെ. ഞാനിപ്പോൾ ജോലി പോലും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഗോൾഡൻ വിസ കിട്ടും? അപ്പോൾ ഞാൻ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കും ഗോൾഡൻ വിസ കിട്ടി. 10 വർഷത്തെ വിസയുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വീണ്ടും ശ്രമിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ഫെസിലിറ്റിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഇപ്പോൾ ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ സമയത്ത് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് ഇവിടെ ആദ്യമായി വരുന്നതും. എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നതും. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 20 അന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. ഞങ്ങളുടെ ഏറ്റവും വലിയ നിയോഗം എന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പലപ്പോഴും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് കരുതിയപ്പോഴും ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കേട്ടാൽ അത് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് പിന്നാവട്ടെ എന്ന് കരുതി. എന്നാൽ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയ ശേഷം ജൂണിൽ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി. ഓഗസ്റ്റിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ചെക്കപ്പും ചെയ്യാനായിട്ട് പോയപ്പോൾ ഞാൻ വിശുദ്ധ നേർച്ച വസ്തുക്കളെല്ലാം കയ്യിൽ എവിടെ പോയാലും കരുതുമായിരുന്നു. വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തു. നേർച്ച വസ്തുക്കൾ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പം അതിലും ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചായിരുന്നു അത് സെൻഡ് ചെയ്യാറ്.
അപ്പോൾ അതിൻ്റെ ഫലമായി എൻ്റെ റിസൾട്ടുകളെല്ലാം നോർമലാകുകയും ഹസ്ബൻഡിന് കൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ, അത് കുഴപ്പമില്ല, എന്നാൽ 2 മാസം കുറച്ച് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്നാലും ഞങ്ങളത് 2 മാസം കഴിച്ചു. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചു ഉടമ്പടിയിലാണല്ലോ, ഇനി നമ്മൾ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി. ഒക്ടോബർ ജപമാല റാലിയിൽ 2024 ഞങ്ങൾ പങ്കെടുത്തു. എപ്പോഴൊക്കെ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നു, ഞങ്ങൾ ഇവിടെ കയറിയിട്ടേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോവുകയുള്ളൂ. ജപമാല റാലിയിൽ ഒക്ടോബറിൽ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് ഒരു റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചു, ഉടമ്പടി പുതുക്കി. അടുത്ത ദിവസം ജപമാല റാലി പങ്കെടുത്തതിന് ശേഷമാണ്, രാത്രിയിലാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോയത്. വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി. ആ വന്ന യാത്രയിൽ ഞങ്ങൾ 5 ദിവസത്തെ ലീവിനായിരുന്നു വന്നത്. അപ്പം പെട്ടെന്നുള്ള ഒരു 2 ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പം ആ പെട്ടെന്നുള്ള യാത്രയിൽ, തിടുക്കപ്പെട്ട യാത്രയിൽ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത കൊണ്ടാണ് ഞാൻ, ജപമാല കൊണ്ടാണ് ഞാൻ എപ്പോഴും പുറത്തിറങ്ങാറ്. എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വരെ ഒരു ജപമാല നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നാൽ ആ കാശ് രൂപത്തോടൊപ്പം ഒരു ജപമാലയും ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്തൊക്കെ സാഹചര്യം വന്നാലും ആ ജപമാല മുറുക്കെ പിടിച്ച്, അല്ലെങ്കിൽ അത് ഹസ്ബൻഡ് കയ്യിലൊന്ന് സൂക്ഷിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ എന്തും ചെയ്യുന്നത് പുറത്ത് പോകുമ്പോൾ. അന്ന് ആ ജപമാല, അന്ന് ആ കാശുരൂപം നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്ന്, ഹസ്ബൻഡ് ഞങ്ങൾ പോയ വഴികളിലെല്ലാം അലഞ്ഞു നടന്നു എന്ന് തന്നെ പറയാം. പോയ വഴികളിലെല്ലാം ഞങ്ങളുടെ നമ്പറുകൾ കൊടുത്തു, ഞങ്ങളെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. എന്നാൽ തിരിച്ച് വന്ന ഒരു ദിവസം ഉടമ്പടി വീണ്ടും എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടെ തിരിച്ചു പോവുകയും ഉടമ്പടിയിൽ പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലും ഒക്കെയും മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അടുത്ത ജൂണിൽ വന്ന് ഉടമ്പടി പുതുതായിട്ട് എടുക്കുകയും ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിക്കുകയും ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അടുത്ത ജൂണിൽ വീണ്ടും വരികയുണ്ടായി. എനിക്ക് ലീവ് കിട്ടുകയും ഹസ്ബൻഡ് കിട്ടാത്തത് ഒരു സാഹചര്യം വന്നു. വീണ്ടും ഞങ്ങൾ ഒരാഴ്ചത്തെ ലീവിനായി തിരിച്ചു വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. എനിക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും പ്രഗ്നൻസി ആണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം പ്രഗ്നൻസിയുടെ ഒരു സൈനും മാതാവിനെ അറിയിച്ചിരുന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോഴോ അച്ഛനെ കാണുമ്പോഴോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു ചെന്ന് ഇതുപോലെ വയറിനൊരു അസ്വസ്ഥത വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. പിന്നീട് ഞങ്ങൾ ദിവസവും പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു. നേർച്ച വസ്തുക്കൾ വയറിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ചെക്കപ്പും ഓരോ സ്കാനിങ്ങും വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പോകാറ്. പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോകാറ്. അതിൻ്റെ ഫലമായി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, ആയുസ്സോടെ ആരോഗ്യത്തോടെ കുറച്ച് സ്വാർത്ഥതയുണ്ടെന്ന് പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സൗന്ദര്യത്തോടെ ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ എന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഉണ്ണീശോയെ പോലെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മയും ഈശോയും തന്നു. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നന്ദി പറയുന്നു. ഒരുപാട് ഇതിനിടയിൽ ഞങ്ങളുടെ ദിനംപ്രതിയുള്ള ആവശ്യങ്ങൾ ഒരുപാട്, മാതാവിനോട് എന്ത് കാര്യങ്ങൾ സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് സാധിച്ചു തരും. ഞങ്ങൾക്ക് ഹസ്ബൻഡിന് അവിടെ UAE ലൈസൻസ്, അതിന് പോയപ്പോൾ ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല, ഇതൊക്കെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലൈസൻസ് കിട്ടി. വീണ്ടും ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഉചിതമായ ഒരു വാഹനം ലഭിച്ചു. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്കും പരിശുദ്ധ അമ്മയും ദേവകുമാരനും തരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഉടമ്പടി പത്രം ഇവിടുന്ന് കിട്ടുന്നത് കൂടാതെ എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് പോകും. എപ്പോഴും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം പത്രങ്ങൾ ഞങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് പത്രങ്ങൾ കൊണ്ടുപോവുകയും മാക്സിമം പറയാൻ പറ്റുന്നവരോടൊക്കെയും നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞും അനുഗ്രഹങ്ങൾ പറഞ്ഞും കൊടുക്കാറുണ്ട്. പിന്നെ
കൂടാതെ അച്ഛൻ്റെ ധ്യാനം 2022 പകുതി 2023 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേൾക്കാറുണ്ട്. ഒരു ദിവസം എനിക്ക് വൈകുന്നത് ഭയങ്കര വിഷമമാണ്. അന്ന് തന്നെ ആ സമയം തന്നെ എനിക്ക് ആ ഒരു 10 മണി, അവിടെ ഞങ്ങൾ 10 മണിക്കാണ് അത് ലൈവായിട്ട് വരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ എനിക്കത് ഷെയർ ചെയ്യണം, എനിക്കത് സ്റ്റാറ്റസായിട്ട് ഇടണം, അതിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഡ്യൂട്ടിയാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അന്ന് തന്നെ രാത്രിയിൽ അത് മാക്സിമം അത് കൂടാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് മാക്സിമം എൻ്റെ സ്റ്റാറ്റസായിട്ട് ഒരാഴ്ച പോലും മുടക്കാതെ ഞാനത് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതെൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ചെറിയ ചെറിയ കോളുകളൊന്നും വരുന്നത് സേവ് ചെയ്യാറില്ലായിരുന്നു. ആവശ്യമില്ലാത്ത നമ്പറുകളൊന്നും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ചെറിയൊരു കോൾ വന്നാലും ഞാനത് സേവ് ചെയ്യും. അത് സേവ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഷെയർ ചെയ്യാറുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനകൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അപ്പം അത് കൂടുതൽ പേര് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ നമ്പറുകൾ കൂടുതലായി സേവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കൂടുതലായിട്ടും ഇവിടുന്ന് ബൾക്കായിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് പോകും. കാശുരൂപം, ജപമാല, ഉടമ്പടി പുസ്തകങ്ങൾ, ജപമാല പുസ്തകങ്ങൾ, മാതാവിൻ്റെ വലിയ രൂപം, ഉപ്പ്, തേന്, ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. ഫ്രണ്ട്സൊക്കെയും ചോദിക്കാറുണ്ട്, അവർക്ക് കൊടുക്കും, ചോദിക്കാത്തവർക്കും കൊടുക്കാറുണ്ട്. ആരെങ്കിലും സങ്കടങ്ങളോ ആവശ്യങ്ങളോ പറഞ്ഞാൽ അവർക്കും കൊടുക്കാറുണ്ട്. 3-4 ഫ്രണ്ട്സിനെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അവർക്ക് നേർച്ച വസ്തുക്കൾ കൊണ്ട് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു ലോങ് ടൈം കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതലും പ്രായമായ രോഗികളാണ്. മാക്സിമം അവരെ കെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. വേദനയുള്ളവരെ അവരെ മാക്സിമം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ജപമാല ഞാൻ 2 പേഷ്യൻസിന് കൊടുത്ത് അവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വഴിയരികിലൊക്കെയും കാണുന്ന പാവങ്ങളെ സഹായിക്കാനും, ഒരു വിഷമമാണ്, പട്ടിണിയാണ് എന്ന് തോന്നുന്നവരെ സഹായിക്കാനും സാധിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നാൽ കയ്യിലുള്ളതുപോലെ കൊടുത്ത് സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. അവിടെ വലിയ ചൂടിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടാൽ അവർക്ക് വെള്ളവും മറ്റ് സാധനങ്ങളും ഫ്രൂട്ട്സും വാങ്ങിക്കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ദൈവത്തിന് നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ കുഞ്ഞിന് ഇവാൻ എന്ന് പേരിട്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ. ഇത് കൂടാതെ എൻ്റെ ഭവനത്തിലും എൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെയും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുകയില്ല. ഞങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചതിന് ശേഷം നിയോഗത്തിൻ്റെ പുറകെ പോകാറില്ല. അത് അമ്മയ്ക്ക് കൊടുത്തു, ബാക്കി പിന്നീടുള്ള കാര്യം മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആവർത്തിച്ച് മാതാവിനോട് പറയാറില്ല. മാതാവ് അത് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പാണ്. ഇപ്പം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഫെബ്രുവരി 26-ാം തീയതി ഞങ്ങളുടെ റൂം വരെ വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. കാരണം അവിടെ ഇപ്പം റൂമുകളൊക്കെ റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞങ്ങൾ 26 ഫെബ്രുവരിയിൽ ഞങ്ങൾ അവിടുന്ന് കയറുകയുണ്ടായി. 27-ാം തീയതി മുതൽ എയർപോർട്ടുകളെല്ലാം ക്ലോസ് ആകുകയും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടുകളെല്ലാം ക്ലോസ് ആയി. ദൈവം നമ്മളെ കൈവെള്ളിയിൽ കൊണ്ട് നടക്കുന്ന ഓരോ അനുഭവങ്ങളാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുന്നത്. ഇത്രത്തോളം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ശരണ്യ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വലിയ മഹത്തായ ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇയാൾ താരയിൽ ഏറ്റുപറഞ്ഞത്. ഇവർക്ക് 2020 കൃപാസനം പത്രം കിട്ടിയത് മുതലാണ് ഇവർ പരിശുദ്ധ അമ്മയെ അന്വേഷിച്ചു വരാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അവരുടെ ഉടമ്പടി ജീവിതം അച്ചിട്ടുറപ്പിക്കുവാനും തുടങ്ങിയത്.
വളരെ പ്രത്യാശയോടുകൂടി ഇപ്പോഴും ജീവിച്ച് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ക്രൈസ്തവരായ ഈ മക്കളെ നോക്കി ക്രിസ്ത്യാനികളായ നമുക്ക് വളരെ ലജ്ജിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്നതും ഈ മക്കൾ ദൈവത്തെ പ്രഘോഷിക്കുന്നതും അവിടുത്തെ പ്രഖ്യാപിക്കുന്നതും വളരെ വലിയ നിലയിലാണ്, വലിയ ലെവൽ വളരെ അധികമാണെന്ന് ജോസഫ് അച്ഛൻ എടുത്തു പറയും. 6 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരവസ്ഥയിൽ ഇവർക്ക് കുഞ്ഞിനെ കിട്ടിയ ഉടനെ തന്നെ ഇവർ വന്ന് സാക്ഷ്യം പറയാൻ, കുഞ്ഞിന് 31 ദിവസം പ്രായം മാത്രമാണ്. വലിയ റിസ്കിൽ അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ശരണ്യയുടെ ഓരോ വാക്കിലും നമുക്ക് മനസ്സിലാകുന്നത് വചനം പറയുന്നത് പോലെ അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു എന്നാണ് ഉത്തമയായ ഭാര്യയെക്കുറിച്ച് വചനം പറയുന്നത്. ഭാവിയെക്കുറിച്ച് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഇവർ കാഴ്ചവെക്കുന്നതുകൊണ്ടാണ്. ഇവരുടെ ഓരോ അവസ്ഥയിലും, ഇവരുടെ ജോലിയിലായാലും അസ്വസ്ഥതകളിലായാലും ഏതൊരു കാര്യത്തിലും അവർക്കിപ്പോൾ ഭയമില്ലാത്തത് ഉടമ്പടിയുടെ ഉറപ്പാണ്. ശരണ്യയുടെ വാക്കുകൾ, ശരണ്യ പറയുന്നത്, എനിക്ക് ജോലിയില്ലാതിരുന്ന അവസ്ഥയിൽ എങ്ങനെ വിസ കിട്ടും? അവിടെയാണ് 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമാണെന്ന് നമുക്കറിയാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാം ജീവിത പ്രതിസന്ധികളിലേക്ക് കടന്നു വന്ന് നമുക്ക് ആവശ്യമായതും ആഗ്രഹിക്കുന്നതും ഭാവിയിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ്. ഈശോയ്ക്ക് ഒരു ഉറപ്പാണ്, ഇവരെന്നെ കൈവിട്ടു പോവുകയില്ല, ഇവർ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഈശോയ്ക്ക് തോന്നണം, നീ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ കൈവിടില്ല. അതിനുള്ള ഉത്തമമായ ഒരു സാക്ഷ്യമാണ് ശരണ്യ ഇപ്പോൾ പങ്കുവച്ചത്. നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ കണ്ണുനീരിനെ എല്ലാം ഏതൊരവസ്ഥകളിലും ഏതൊരു അസ്വസ്ഥതയിലും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി വളരെ ഉറപ്പോടും വളരെ ശരണത്തോടും കൂടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുകയും ചെയ്യുമ്പോൾ ശരണ്യ ചെയ്തതിലും വലിയ കാര്യങ്ങൾ വിശേഷവിധിയായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. 1000 നന്ദി പറയുന്നു. ഈ പുണ്യമായ അൾത്താരയിൽ വന്ന് എൻ്റെ ഈ സാക്ഷ്യം പറയുന്നതിൽ എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഓരോ നന്ദി ഞാൻ പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 5/11/2023 എൻ്റെ പേര് ഗീത, ഇതെൻ്റെ അമ്മ, അമ്മയുടെ പേര് ലളിത. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്ന്. ഞാൻ ഒരു രോഗസൗഖ്യവും പറയാനുണ്ട്, പിന്നെ എനിക്കുള്ള വീടും സ്ഥലവും അതിൻ്റെ കാര്യം പറയാനും കൂടിയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു വന്നത്. വീടും സ്ഥലവും വിൽക്കാനായിട്ട് 3-4 കൊല്ലമായിട്ട് ഞങ്ങൾ വീടും സ്ഥലവും വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ വന്നാലും അതൊരു തരത്തിൽ നടക്കത്തില്ല, വന്നു പോകും, വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചങ്ങ് പോകുക ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയി. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്കത് നിറവേറ്റി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നില്ലെന്ന് തോന്നി. ഞാൻ രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ വന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എനിക്ക് ഒരു മാതാവിൻ്റെ ഒരു രൂപം തന്നിട്ട് എന്നോട് പറഞ്ഞ്, മോൾ അതുകൊണ്ട് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടാൽ മതി, കാര്യം നടക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ നമ്മളിവിടുത്തെ വെഞ്ചരിച്ച് ഉപ്പും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇത് ചെയ്ത് പിറ്റേ ആഴ്ചയിൽ തന്നെ നമുക്കവിടെ വീട് കാണാനായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നോക്കിയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ്, മോളെ ഇതുപോലെ വീട്ടിൽ എന്നെ വന്ന് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, ഈ വീട് സ്ഥലവും ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് അത് ഞങ്ങൾക്ക് ബാങ്കിൽ ഇച്ചിരി കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് 16-ാം തീയതി അടയ്ക്കണമെന്ന് പറഞ്ഞ്, പക്ഷേ അമ്മ മാതാവ് ഈശോപ്പേ ഇടപെട്ട് 10-ാം തീയതി തന്നെ ആ പൈസ ക്ലോസ് ചെയ്ത് ഞങ്ങളെ പ്രമാണം തിരിച്ചെടുത്ത് ഞങ്ങളെ വീട് സ്ഥലവും ഞങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞ്. അതിൽ അമ്മ മാതാവിനോടും ഈശോപ്പയോടും ഞാൻ 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല, അത് കണക്കുള്ള തന്നെ കാര്യം. പിന്നെ അതുപോലെ ഞാൻ ഒരു 14 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയായിരുന്നു. എനിക്ക് ഹാർട്ടിന് ഇത് കണക്ക് വീക്കവും പിന്നെ വേരിയേഷനും പ്രഷറ്
പിന്നെ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ എനിക്കുണ്ടായിരുന്നു. ദേഹത്ത് നീര് വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൊല്ലത്തൊരു ഡോക്ടറെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേ 3 മാസം കൂടുമ്പം തോറും ചെക്കപ്പിന് പോകും. ഇവിടെ വന്ന് ഈ 3 വർഷമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല. എനിക്കൊരു പനി വന്നാൽ പോലും ഞാൻ ഒരു മരുന്നും കഴിക്കാറില്ല. ഈ അമ്മ മാതാവിൻ്റെ ഉപ്പാണ് ഞാൻ കഴിക്കുന്നത്. ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ ഞാൻ കുരിശ് വരയ്ക്കും. ചിലപ്പോൾ ഞാൻ തേനും ഉപയോഗിക്കാറുണ്ട്. കാലുവേദന, അങ്ങനെയുള്ള എന്ത് അസുഖം അതിലും ശരി തന്നെ ഈ തൈലത്തിലൂടെ തന്നെയാണ് എൻ്റെ രോഗങ്ങളെല്ലാം മാറുന്നത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ 3 മാസം കൂടുമ്പോഴത്തേക്ക് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം ചെക്കപ്പിന്. ഞാൻ ഇപ്പോഴും ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും എനിക്ക് ഡോക്ടറെ കാണാതിരിക്കാൻ ഒക്കുകയില്ല. മരുന്ന് കഴിക്കുന്നില്ല, കഴിക്കുകയും വേണ്ട. ഞാൻ എന്നാൽ ഡോക്ടറെ കാണുന്നുണ്ട്. എല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോപ്പായുടെയും അനുഗ്രഹത്താൽ കൂടി തന്നെയാണ്. പിന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്ക് മുട്ടിന് ഭയങ്കര വേദനയായിട്ട് വന്നു. അപ്പം നമ്മൾ കൊല്ലത്തൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് ഒരുപാട് മരുന്ന് കഴിച്ചെങ്കിലും അത് മാറിയില്ല മുട്ടിന്. അപ്പോൾ മുട്ടിൻ്റെ ബാക്കിലായിട്ട് ഒരു മുഴ പോലെ വന്ന അമ്മയ്ക്ക്. ആ മുഴ എത്ര കാണിച്ചിട്ടും കാണിക്കില്ല. ഒരുപാട് ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഞങ്ങൾ മാറിയും തിരിഞ്ഞു കാണിച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. അമ്മയ്ക്ക് വേദന എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞ് വേദനയായിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് തൈലം എടുത്ത് അമ്മയുടെ നെറ്റിയിലും കുരിശ് വരച്ച് ആ കാലിലും തൈലം എടുത്ത് കുരിശ് വരച്ചിട്ട് തടവിയിട്ട് നമ്മൾ നേർച്ച വസ്തുവായി ഉപ്പ് എടുത്ത് ചൂട് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് അമ്മയുടെ കാല് നല്ല വൃത്തിയായിട്ട് തടവി ആ മുഴയുടെ അടുത്തും വെച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കിടന്നുറങ്ങ്, കുറച്ച് ഇരുട്ടി, ഒത്തിരി ആയി, ഒരു 10, 11, 12 മണിയായി. അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോട്ടമ്മാന്ന് പറഞ്ഞ് ഞാൻ മേളിലങ്ങ് റൂമിലോട്ട് പോയി. അപ്പം ഞാൻ രാവിലെ ആയിട്ട് വരുമ്പം ഇതണക്ക് ഞാൻ 4-4:30 ആകുമ്പോൾ എണീക്കും. കുളിച്ച് വൃത്തിയായിട്ട് വന്ന് എനിക്ക് പ്രാർത്ഥിക്കണം, അച്ഛന് ഡെയിലി ബ്രെഡ് കാണണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നേരെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ എടി ഇതണക്ക് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു 2:30 മണിയായപ്പം എന്തെന്ന് അറിയത്തില്ല 2 കുഞ്ഞുങ്ങൾ വെള്ള ഡ്രസ്സും ഇട്ട് ഒരു ചുവപ്പ് ഷാളും ഇട്ട് 2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാല് ഇതുപോലെ പിടിച്ച് തടവിയിട്ട് കാല് പയ്യെ പൊക്കിയിട്ട് മേലിലോട്ടാക്കിയിട്ട് തിരിച്ച് താഴോട്ട് വെച്ച് തന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചിരിച്ച് അമ്മയെ തടവിയിട്ട് തിരിച്ച് പോയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ അമ്മ ഇതണക്ക് എണീറ്റ് എന്ന് എണീക്കലും കേട്ട് നേരത്തെ എണീറ്റ് വന്ന് അമ്മ നോക്കിയപ്പോൾ അമ്മയുടെ കാലിലുള്ള ആ മുഴ പിന്നെ കാണാനേ ഇല്ല. പിന്നെ ഇന്ന് വരെയും ആ മുഴയെ പറ്റിയോ പിന്നെ ആ ഡോക്ടറെ ഒന്നും നമുക്ക് പോയി കാണേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അത് അമ്മയെ ആ അസുഖം പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് അത് മാറ്റിത്തന്ന എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും കൂടിയായിട്ട്. പിന്നെ ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് കാലിൽ 2 വിരൽ ഇതുപോലെ നീര് വന്നിട്ട് പഴുത്ത് പൊട്ടി. അപ്പോൾ അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ആ ഡോക്ടർ തന്നെ പറഞ്ഞത് പൊട്ടി അമ്മയ്ക്ക് ഷുഗറും കൂടെ ഉള്ളതാണ്, പൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമാവും, മേളിലോട്ടൊക്കെ മരവിക്കും, അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും അത് തന്നെയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത മരുന്ന്. ഞാൻ അത് തന്നെ ഉപയോഗിച്ച് അമ്മയ്ക്ക് ചെയ്ത് എന്നൊക്കെ മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ മാതാവിൻ്റെ രൂപയിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്കൊരു ഇത് കണക്കൊരു രൂപമുണ്ട് വീട്ടിൽ. ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ മാതാവേ, എൻ്റെ ഈശോയെ, ഇനി ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഈ മരുന്ന് കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മരുന്നോടുകൂടി അമ്മയുടെ കാലിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റി തരണമെന്ന് പറഞ്ഞ്. കാര്യം ഞങ്ങൾക്കൊന്നും തരണ്ട, എൻ്റെ അമ്മ ആരോഗ്യത്തോടു കൂടി ഞങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം ഞാൻ കൊണ്ടുവന്ന് ഞങ്ങൾ 4 പെൺപിള്ളേരാണ്. അപ്പോൾ അമ്മ എൻ്റെ കൂടെയാണ്. ഒന്നുമില്ലേലും അവസാനം വരെ അമ്മ കൂടെ തന്നെ ഉണ്ടാവണമെന്നുള്ള ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എൻ്റെ റൂമിലാണ് എൻ്റെ മാതാവിനെ ഈശോയെ ഞാൻ വെച്ചിരിക്കുന്നത്. എപ്പോഴും എൻ്റെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും എല്ലാം ഞാൻ അമ്മയെടുത്ത് എന്നാണ് പറഞ്ഞ് കരയുകയും എടുക്കുകയും ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അമ്മയുടെ അസുഖം അങ്ങനെ അതും പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തന്ന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ രോഗികളെല്ലാം പോയി കാണും, ഹോസ്പിറ്റലുകളിൽ പോകും. ഇതിനു മുമ്പ് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ആഴ്ചകളെയും മിക്ക ദിവസങ്ങളും ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കൊച്ചുമോനുണ്ട്. അപ്പോൾ അവനെ നോക്കേണ്ടത് അതിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. എങ്കിലും ഞായറാഴ്ച ഉള്ള ദിവസം ഞാൻ പോയി കുർബാന കാണും. കുർബാന അത് രാത്രിയിലെങ്കിൽ രാത്രിയിൽ, വൈകുന്നേരം ഞാൻ പോയിട്ട് രാത്രി 7-7:30 ആകുമ്പോഴേ തിരിച്ച് ഞാൻ വീട്ടിൽ വരാറുള്ളൂ. ഞാൻ പോവും. അല്ലാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്ത് കയ്യെട്ടി ഈശോ എടുത്തുണ്ട്. അവിടെ പോയി ഞാൻ ഇതുപോലെ ഉപവാസം എടുത്തിട്ട് പോയി കുർബാനയെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് വന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 2-2:30 മണിയാവും. ഇന്നലെയും ഞാൻ അതുപോലെ പോയിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം, പിന്നെ അല്ലാതെ വൃത്തകളെ പോയി കാണാം, വൃത്തസദനത്തിൽ പോകും. വയ്യാത്ത ആൾക്കാരെ എല്ലാവരെയും പോകണം, അവർക്ക് ഞാൻ പോയി ചോറൊക്കെ കൊണ്ട് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യും. അവരുടെ കൂടെ കുറേ നേരമൊക്കെ ഞാൻ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പത്രം മേടിച്ച് കൊണ്ടുപോയി
കുരിശ് വരച്ച് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ അതിനകത്ത് തൈലമെടുത്ത് കുരിശ് വരച്ചിട്ട് ഞാൻ എൻ്റെ യേശുവിനെയും എൻ്റെ അമ്മ മാതാവിൻ്റെയും മൊത്തം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. വിശ്വാസം പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലും. ഞാൻ ചൊല്ലി പത്രം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ ചില ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ആ ട്രെയിനകത്ത് തന്നെ നടന്ന് ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ദൂരെ നിന്ന് ട്രെയിനകത്ത് ഞാൻ ആൾക്കാർക്ക് പത്രം കൊടുക്കാറുണ്ട്. ഇതിന് മുൻപൽക്കെന്ന് വെച്ചാൽ ഞാൻ പത്രം റോഡിൽ ഇറങ്ങിയിട്ട് ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു. പള്ളികളിലൊക്കെ പോകുമ്പം ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് ഇട്ടേക്കെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഇതാണ് കണ്ട് ഓരോരുത്തർ ചോറും പൊതിയൊക്കെ അതിൻ്റെ മേലിലെടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ട് കൊടുക്കാറില്ല കൊല്ലത്ത്. പിന്നെ എവിടെയെങ്കിലും ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ റോഡിൽ കയറി വന്ന് ഞാൻ ആ റോഡിൽ നടന്ന് തന്നെ ഇവിടെ അഞ്ചാലുമൂട് തൊട്ട് ചിലപ്പം കുണ്ട്രയിൽ എത്തേണ്ടുന്ന കുറേ സ്ഥലത്തിനെങ്കിൽ ബാക്ക് വരെ ഞാൻ നടന്നാണ് പത്രം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഓരോ വീടുകളിലും കൊണ്ടുവന്ന് കൊടുക്കും. എനിക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ അമ്മ മാതാവിനെയും ഈശോപ്പായെയും ലോകം മുഴുവൻ അറിയിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. കാര്യം എന്ന് വെച്ചാൽ അത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകളിലും ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ വന്നത് കടങ്ങളും കൊണ്ട് വീട്ടിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ആരുടെ കയ്യിലും ഒരു രൂപ എനിക്ക് മേടിക്കേണ്ട ഒരു അവസ്ഥ പോലും ഇന്ന് വരെയും വന്നിട്ടില്ല. വീട്ടിലൊന്നും ഇല്ലാതിരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ അണ്ണന് ജോലിയില്ലാതെ വന്നിട്ടുണ്ട്. ജോലിക്കാർ വിളിക്കാതിരുന്നിട്ടുണ്ട്. ഇപ്പം കൈ നിറച്ച് ജോലിയാണ്. ജോലി ചെയ്യാൻ വയ്യാത്ത പാടേ ഉള്ളു. എല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോപ്പയുടെയും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നത്. അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒരായിരം പറഞ്ഞാലും പോരാ, ഒരു കോടിയും പറഞ്ഞാൽ പോരാ. ഈ ജന്മം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും നന്ദി ഞാൻ പറയുന്നു. എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂർ. അത് മുടങ്ങാറില്ല. കറക്റ്റായിട്ട് ഞാൻ വായിക്കും. അഥവാ ഞാൻ അവിടെ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് വെച്ച് എന്നെപ്പറ്റി ഒക്കുന്നത് പോലെ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കത്തില്ല, അതിൽ കൂടുതൽ ഞാൻ വായിക്കും. വചനം ചിലപ്പോൾ എനിക്ക് എത്താനും നല്ലതുപോലെ കാണാറില്ല. എങ്കിലും ഇനി അടുത്തതിൻ്റെ ഏഷ്യയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കിനി അതും പഠിക്കണം, എഴുതി വെച്ച് പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ എനിക്കിനി ഇവിടെ വന്ന് പറയാൻ പറ്റൂ. ചെറിയതൊക്കെ എനിക്കറിയാം, എങ്കിലും വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചു പോകാറുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ ഉപവാസം എടുക്കും. ബുധനും ശനിയും എടുക്കും. ചിലപ്പോൾ ഒരു ബുധനാഴ്ച ചിലപ്പോൾ ഞാൻ എടുത്തില്ലെന്നുണ്ടെങ്കിലും ആ ശനിയാഴ്ച ഇടാന്ന് ചിലപ്പോൾ ഞാൻ കാലത്തോട്ട് വൈകിട്ട് വരെ ഞാൻ ഉപവാസം എടുക്കും. വെള്ളം പോലും കുടിക്കാതായിരിക്കും ഞാൻ നിൽക്കുന്നത് ഉപവാസം എടുത്തിട്ട്. പറ്റുമെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. സ്ഥിരമായിട്ട് ഞാൻ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ അത് കൂടാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും തന്നെ ആ സമയം കറക്റ്റ് സമയമാകുമ്പം ഞാൻ ഉടമ്പടി ധ്യാനം കൂടും. അത് കൂടിയാൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും, സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. ഞാനതിടുന്നത് എല്ലാവരും നോക്കുകയും ചെയ്യും, തിരിച്ചെനിക്ക് റിപ്ലൈ തരികയും ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. ആ 5:30 എന്നുള്ളത് ഞാൻ വീട്ടിൽ കറക്റ്റ് 4-4:15 ഞാൻ എണീറ്റ് കുളിച്ച് നമ്മളെ ഉടമ്പടിയിലെ ബുക്ക് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് 5:30 മണിയാവും. അതുവരെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടതിന് ശേഷം ഞാൻ അതും പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ തൈലമെടുത്ത് കുരിശ് അച്ഛൻ പറയും പോലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഞാൻ കുരിശ് വരച്ച്, ഒരു തുള്ളി തൈലം എൻ്റെ നാക്കിൽ ഞാൻ കുരിശ് വരച്ച്, ഒരു തുള്ളി ഉപ്പ് എടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസം പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊന്നതിന് ശേഷം മാത്രമേ ഞങ്ങളെ റൂമിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ. എനിക്ക് അതിനുള്ള ആരോഗ്യം ഇപ്പോൾ തരുന്നുണ്ട്. എല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോപ്പയുടെയും അനുഗ്രഹം തന്നെയാണ്. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടും അനുഗ്രഹം നന്ദിയുണ്ട്. എനിക്ക് കടപ്പാടുമുണ്ട്. അമ്മയും ഈശോപ്പായും എനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ വേറെങ്ങും പോവാറില്ല. എൻ്റെ റൂമിൽ തന്നെയാണ് മാതാവ്. എൻ്റെ വീട്ടിലാണ്. എൻ്റെ കൂടെ ഉണ്ട്. വിളിച്ചാൽ കൂടെ വരും. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എൻ്റെ മേലെല്ലാം കൂടെ മേല് കോരി പിടിക്കും. ആർക്കെങ്കിലും ഒരു തൈലവിടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ച വസ്തുക്കൾ അവിടെ നാകിൽ വെച്ച് കൊടുത്താൽ തന്നെയും എനിക്കറിയാം എൻ്റെ അമ്മ മാതാവും എന്നിലൂടെ തന്നെ അവരെ സുഖപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം. അടുത്ത വീട്ടിലൊരു കൊച്ചിന് ക്യാൻസറാന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ അന്നേരം സന്ധ്യയായി അമ്മയും കൊണ്ട് ഡോക്ടർ പോയിട്ട് വന്ന് കഴിക്കായിരുന്നു. അമ്മയെ കൊണ്ടാക്കി തിരിയും പറ്റിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നേരെ അതിൻ്റെ വീട്ടിലാണ് പോയത്. എൻ്റെ ഉടമ്പടി വസ്തുക്കളും കൊണ്ട് ഞാൻ അവിടെ പോയി അതിനെ വെച്ച് പ്രാർത്ഥിച്ച് അതിന് പിറ്റേന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ടുന്നതാണ്. അതിന് ഞാൻ പ്രാർത്ഥിച്ച് ധൈര്യം കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ മെനഞ്ഞാന്നും കണ്ട് അവിടെയും ഒരു ക്യാൻസർ രോഗം ഞാൻ പോയിക്കണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മൊത്തം ഇപ്പോൾ അവർക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഞാനെല്ലാം
എല്ലാ രോഗികൾക്ക് വേണ്ടിയും നമ്മളെ ഈ ലോകത്തിന് വേണ്ടിയും എല്ലാ മക്കൾക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പഠിക്കുന്ന മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇതേപോലെ വന്ന് സാക്ഷ്യം പറയാൻ നിങ്ങൾക്കും കഴിയട്ടെ. എനിക്ക് ഇത്രയും ഇങ്ങനെ വന്ന് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വേറൊരു പപ്പ, എനിക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ധൈര്യമാണ്. എൻ്റെ കൂടെ അമ്മയുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. അമ്മ കൂടെ ഉണ്ട്. എൻ്റെ കയ്യിൽ അമ്മ പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇടവും വലവും മുന്നുമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ കൊല്ലത്ത് നിന്ന് ഇവിടം വരെ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ പിന്നെ എൻ്റെ കൂടെ ട്രെയിനകത്ത് അനിയത്തിയും അമ്മയും കൂടെ ഉണ്ട്. അല്ലാതെ വരുന്ന ഇതിനു മുമ്പൊക്കെ വന്നുകൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ ബസ്സിൽ 4:50 ബസ്സിന് തനിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം 3:50 ട്രെയിനാണ് വരുന്നത്. വന്നാൽ പിന്നെ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. കാര്യം എന്ന് വെച്ചാൽ പോകുമ്പോൾ അമ്മയും കൊണ്ടേ പോത്തോളൂ. ഇതുകൊണ്ട് ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന്. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ചന്ദ്രപ്പൻ, മോള് അലീന. എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായ ഒരു രോഗസൗഖ്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വന്നത് ഏപ്രിൽ 6, 2025 അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് പത്രത്തിലൂടെയാണ്. ഞാൻ കോട്ടയത്ത് ഒരു പള്ളിയിൽ സ്ഥിരം പോകുമായിരുന്നു. അവിടെ പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് സ്ഥിരം ഒരു കസേരയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ആ കസേരയിൽ പലവട്ടം എനിക്ക് പത്രം ലഭിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതാണെന്ന്. ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു ടയർ പഞ്ചർ വർക്ക് സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം കടയിലേക്ക് പോയ വഴി കടയുടെ അടുത്ത് എത്താറായപ്പോൾ ഒരു 3 കൂടിയ ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിലേക്ക് ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയും അദ്ദേഹം അതിൽ നിന്ന് തെറിച്ച് മുട്ടുകുത്തിയാണ് വീണത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഞാൻ ചെല്ലുമ്പോൾ എക്സ്റേ എടുത്തിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഞാൻ ഈ വിവരം കേട്ട ഉടനെ തന്നെ ഞാൻ ഉടമ്പടി തൈലം, ഉപ്പ്, തേന് എന്നിവയുമായിട്ടാണ് പോയത്. ചെന്ന ഉടനെ തന്നെ ഹസ്ബൻഡിന് ഭയങ്കര വേദനയായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ ഒടിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിന് ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമലാണെന്ന് പറഞ്ഞു. 1-2 അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. വീട്ടിലെത്തി ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ കാലിന് നീര് കൂടി. പിറ്റേന്ന് ഞങ്ങൾ കോട്ടയം MCHൽ പോവുകയും അവിടെയും എക്സ്റേ എടുത്തു. അതിലും ഒന്നും കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നീര് മാറാത്തത് കൊണ്ട് അവർ CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തപ്പോഴേക്കും മുട്ടിലെ ലിഗമെൻറ്റ്സ് മുഴുവനും പൊട്ടി. അതുകൂടാതെ അസ്ഥിക്ക് ഒരു ചെറിയ പൊട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി ആവശ്യമാണ്, അതായത് കൃത്രിമമായിട്ട് ലിഗമെൻറ്റ്സ് വച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് ഈ സർജറിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുവാൻ തന്നെ 80,000 രൂപയാകും. പിന്നെ ബാക്കി ചിലവുകൾ വേറെ. ഞങ്ങൾക്ക് അപ്പോൾ ഉടനെ 80,000 രൂപ എടുക്കാനുള്ള നിവൃത്തിയൊന്നും അപ്പോൾ ഇല്ലായിരുന്നു. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ 40,000 രൂപയെ അപ്പോഴെൻ്റെ കയ്യിലുള്ളൂ. അതുമായിട്ടാണ് പോകുന്നത്. ഞാൻ മാതാവ് വഴി പലരും സഹായിച്ചിട്ടാണ് ആ 40,000 രൂപ എനിക്ക് ലഭിച്ചത്. ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ബാക്കി തുക എങ്ങനെയെങ്കിലും ഒപ്പിക്കാം എന്ന് കരുതിയാണ് ആ ഒരു ധൈര്യത്തിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ചെസ്റ്റിൻ്റെ അനസ്തീഷ്യയ്ക്ക് വേണ്ടി ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ ഒരു കഫക്കെട്ടുണ്ടായിരുന്നു. അതായത് ഇത് സംഭവിക്കുന്നതിന് 6 മാസം മുമ്പ് ഹസ്ബൻഡിന് ന്യൂമോണിയ വന്നിരുന്നു. അപ്പോഴുള്ള കഫക്കെട്ട് മാറാതെ കിടക്കുന്നതാണ്. അതുകൊണ്ട് ചെസ്റ്റിന് ഫിറ്റ്നസ് കിട്ടിയില്ല. ചെസ്റ്റിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് കഫക്കെട്ട് മാറിയതിന് ശേഷം വരാൻ പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചയായിരുന്നു OP. പിറ്റേ വെള്ളിയാഴ്ച പോകാനിരിക്കെ തലേ ദിവസം മക്കൾക്ക് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഒരു കാറിൽ നിന്നിട്ട് പോയി ഇടിച്ചു. അവിടെ കണ്ടു നിന്നവർ പറഞ്ഞിരുന്നത് അവർ 3 പേരും രക്ഷപ്പെടില്ല, അതുപോലെ മരണം തന്നെ സംഭവിക്കേണ്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്നാണ്.
എന്നാൽ അവർ രക്ഷപ്പെടുകയുണ്ടായി. മോൾക്കായിരുന്നു കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള ചെറിയ പരിക്കുണ്ടായിരുന്നല്ലോ മുട്ടിൽ, അതും ലിഗ്മെൻസിന് തന്നെയായിരുന്നു പ്രശ്നമെങ്കിലും ചികിത്സയൊന്നും കൂടാതെ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ കാല് സുഖപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ആ സർജറി അവിടെ മുടങ്ങി. അതും മാതാവ് ആണ് മുടക്കിയത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ചയാണ് പോകേണ്ടത്. വ്യാഴാഴ്ച ആയപ്പോഴേക്ക് ഹസ്ബൻഡ് എന്നോട് പറയുന്നു, ഞാൻ നാളെ മെഡിക്കൽ കോളേജിൽ പോകുന്നില്ല, എൻ്റെ കാലിന് സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പും അഡ്മിറ്റായി കിടന്ന ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സർജറി കൂടാതെ മാതാവ് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് സുഖപ്പെടുത്തി തരണമേ എന്നായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് അന്ന് വൈകിട്ട് എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു, അമ്മ മാതാവേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് അമ്മ തന്നെ സുഖപ്പെടുത്തി തരുമെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി 4 മണിക്ക് എഴുന്നേൽക്കും. അന്ന് 4 മണിക്ക് എൻ്റെ കണ്ണ് തുറക്കുന്നത് മുറിയിൽ അതിശക്തമായ ഒരു പ്രകാശം അനുഭവപ്പെട്ടിട്ടാണ് എൻ്റെ കണ്ണ് തുറന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം നൽകുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല. അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പിന്നീട് ചെക്കപ്പ് ചെയ്തപ്പോൾ കാലിന് കുഴപ്പമൊന്നുമില്ല. ആ പൊട്ടലുണ്ടായിരുന്നതും മാറി, കാലിപ്പോൾ ഓക്കെ ആയി. അതുകൂടാതെ എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ ബോഡിയുടെ ഇടതുവശത്ത് മരപ്പുണ്ടായിരുന്നു, തലയിലും മരവിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി എനിക്കൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തലകറക്കം ഉണ്ടാവുകയും ഞാൻ വെച്ച് വീഴാൻ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. കാഷ്വാലിറ്റിയിലാണ് അത് കാണിച്ചത്. അപ്പോൾ അവർ ന്യൂറോയിൽ കാണിക്കാൻ പറഞ്ഞു. ന്യൂറോയിൽ കാണിച്ചപ്പോൾ അവരെന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്ട്രോക്ക് വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് CT എടുക്കണമെന്ന് പറഞ്ഞു. ബ്ലഡ് ചെക്കുകളൊക്കെ ചെയ്തു. അപ്പോൾ CT എടുക്കാൻ കയറിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, മാതാവ് എൻ്റെ അസുഖം എന്താണെന്ന് ഒന്നുകിൽ ഡോക്ടർമാർക്ക് കാട്ടിക്കൊടുക്കണം, അതല്ല എങ്കിൽ മാതാവ് തന്നെ എൻ്റെ അസുഖം മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നത്. CTക്ക് കിടന്നപ്പോൾ ഇതുപോലെ തന്നെ അതിശക്തമായ ഒരു പ്രകാശം എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. റിസൾട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിരുന്നു. അതുകൊണ്ട് അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. എനിക്ക് 1 മാസത്തേക്കുള്ള മരുന്ന് തന്നാണ് വിട്ടത്. പക്ഷെ ഞാനത് കഴിച്ചില്ല. കുറച്ച് ദിവസം കഴിച്ചു, പിന്നെ ഞാനത് കഴിച്ചില്ല. എനിക്ക് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായി ആ അസുഖം മാറിക്കിട്ടി. എനിക്ക് 2 ലോൺ ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലോൺ 3 ലക്ഷത്തിൻ്റെ ആയിരുന്നു. 1,60,000 വരെ ഞങ്ങൾ അടച്ചതായിരുന്നു. പിന്നീട് അത് പെൻഡിങ് ആയി, അടയ്ക്കാൻ സാധിച്ചില്ല. പലിശ കയറി ഈ 3 ലക്ഷത്തിന് മേളിൽ പോയായിരുന്നു. ആ ലോൺ എനിക്ക് വെറും 35,000 രൂപ കൊടുത്ത് ഈ കഴിഞ്ഞ ഞാൻ ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഈ യൂട്യൂബിലൂടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും സാക്ഷ്യം കേൾക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ലോൺ ക്ലോസ് ആയി കിട്ടുകയും ചെയ്തു. 35,000 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ. അതുപോലെ തന്നെ അത് വേറൊരു ചെറിയൊരു വണ്ടി വാങ്ങിച്ചതിൻ്റെ ഒരു EMI മുടങ്ങിയായിരുന്നു. അതിങ്ങനെ പലിശ കയറി ഒരു തുകയായിരുന്നു. അതും ഇതുപോലെ തന്നെ എനിക്ക് ചെറിയ തുകയിൽ എനിക്ക് ക്ലോസ് ആയി കിട്ടുകയുണ്ടായി. പിന്നെ ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. മുറ്റം വളരെ കുറവാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയോട് ഹസ്ബൻഡ് ഒരിക്കൽ ചോദിച്ചു, ഈ സ്ഥലം വയ്ക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എൻ്റെ മരണശേഷം ബോഡി ഇവിടെ തന്നെ വയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ കാലശേഷം മക്കൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഹസ്ബൻഡിന് ആക്സിഡൻ്റായി പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന ആ ടൈമിൽ ആ അമ്മച്ചിയുടെ മോള് വിളിക്കുകയും ഞങ്ങൾ സ്ഥലം വിൽക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് തന്നെ തന്നേക്കാം എന്ന് പറയുകയും ഉണ്ടായി. ആ സമയം ഞങ്ങൾ 0 മെറിറ്റിലായിരുന്നു. ഞങ്ങൾക്കത് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു. മാതാവ് തന്നെ അതിനുള്ള വഴി ഒരുക്കി തന്നു. ഞങ്ങൾക്ക് ആ 2 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു. പിന്നെ മോള് +1 പ്ലസ് 1ൻ്റെ എക്സാം കഴിഞ്ഞിട്ട്
ബോട്ടണി എക്സാം കഴിഞ്ഞിട്ട് വന്ന അമ്മ ഞാൻ ബോട്ടണിക്ക് തോക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളെന്നും എന്നോട് പറയും അമ്മ ഞാൻ ബോട്ടണിക്ക് തോക്കുന്നു. അവളും ഞങ്ങളുടെ ഈ സന്ധ്യാപ്രാർത്ഥനയിലും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലും മക്കളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ 5 പേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. അവരും ഉടമ്പടി നേർച്ച വസ്തുക്കളും എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട്. അവളും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായി അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ ബോട്ടണിക്ക് നല്ല മാർക്കോടുകൂടി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടുകൂടി അവൾ പാസ്സാവുകയും ചെയ്തു. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നത് കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും വാർഡ് വഴി രോഗികളെ സന്ദർശിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം ഞാൻ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോകും. ആവശ്യമായിട്ടുള്ളവർക്ക് ഞാൻ ഉപ്പ്, തൈലം, തേനൊക്കെ കൊടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഇവിടെ നിന്നും വ്യഞ്ചരിച്ച കാശ് രൂപം വാങ്ങി കൊണ്ടുപോയി അതും ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആത്മീയ ജീവിതം ഞാൻ ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പം റോഡ് സൈഡിൽ ആരെങ്കിലും ആവശ്യരായ, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരും ബുദ്ധിമാന്യം സംഭവിച്ചവർ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മാത്രമല്ല, എൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ നിത്യവും ഞാൻ ഈ ലോകത്തിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കാറ്. അതായത് ഈ ലോകത്തിലുള്ള സ്ഥലരഹിതർ, ഭവനരഹിതർ, കുട്ടികളില്ലാത്ത ദമ്പതികൾ, അതോടൊപ്പം തന്നെ മാറാരോഗികൾ, അവർക്കൊക്കെയും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നിത്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ ബൈബിളുണ്ട് ഞങ്ങൾക്കെല്ലാം. ഞാനൊരു ക്രൈസ്തവയാണ്. ഇവിടുന്ന് കൊന്ത വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ പലർക്കും കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും ഭർത്താവും മക്കളും കൊന്ത ധരിക്കുന്നുണ്ട്. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തിനെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്വീറ്റി രാജീവ്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2024 ഒരു വിശ്വാസമില്ലാതെ വന്ന ഒരാളാണ് ഞാൻ. എന്തിനും ഒരു റാഷണലേ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ കൃപാസനം എന്നുള്ള പേര് കേട്ടപ്പം എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ മാതാവിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ ഈ കൊന്തയോ, മാതാവുണ്ട് എങ്കിലും കൊന്തയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പം ചേച്ചി എന്നോട് കുറേ നിർബന്ധിക്കുന്നുണ്ട്, എടി അവിടെ പോകണം, ഒത്തിരി അത്ഭുതം നടക്കുന്നതാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു പത്രം തന്നു. അതെനിക്ക് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ചേച്ചി തന്നെയല്ലേ എന്ന് വെച്ചൊരു ദിവസം വായിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുക്കണമെന്നൊരു ചിന്തകളൊന്നും വന്നതല്ല. പക്ഷെ വന്ന് നിന്ന് ക്യൂവിൽ ഉടമ്പടിയുടെ ക്യൂ ആയിരുന്നു. വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് കയറാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ആരോ പറയണം, കുഴപ്പമില്ല, എടുക്ക്, നിന്നെക്കൊണ്ട് പറ്റും. അങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഒരു ടെസ്റ്റ് എന്ന പോലെ ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ വളരെയധികം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് വെറും ഒരു തമാശയുള്ള കാര്യമല്ല, ഇത് ഒത്തിരി ജെന്യൂനായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ എനിക്ക് കിട്ടി തുടങ്ങി. ഇതെൻ്റെ കുഞ്ഞ് എവിലിൻ എൽസാജു. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞ് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് നിയർ 10 years ഇനി അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കരുത്. കാരണം എൻ്റെ യൂട്രസ് വളരെയധികം തിക്കനായിരുന്നു. അതുപോലെ PCOD സിവിയറാണ്. പീരീഡ്സ് ഒരു 9 to 10 months എനിക്കില്ലായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും തേച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടിയത്. ഈ കുഞ്ഞിനെ കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഹൈപ്പർ ടെൻഷനുള്ള ഒരാളായിരുന്നു. അപ്പം സിവിയർ കോംപ്ലിക്കേഷൻസ് ആണ് അവർ പറഞ്ഞത്. ആരെങ്കിലും ഒരാളെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വന്നു അന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവുമായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ തന്നെ പൂർണ്ണ ആരോഗ്യവതിയായുള്ള ഒരു കുഞ്ഞിനെ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ OET ഞാൻ അധികം ഒത്തിരി കഷ്ടപ്പെടാനൊന്നും പോയില്ല. എനിക്ക് റീഡിംഗ് ഒക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും റീഡിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു 10 days ഞാൻ ആകെപ്പാടെ ഓൺലൈൻ പഠിച്ചത്. അത് റീഡിങ്ങിൻ്റെ ഫസ്റ്റ് 20 questions ഒരു 15 questions മാത്രമേ ഞാൻ A part അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
ബാക്കിയൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ച് തോറ്റുന്നു. പക്ഷേ മാതാവ് എനിക്ക് റിക്വയർഡ് സ്കോർ ചെയ്യുന്നു എന്നെ അനുഗ്രഹിച്ചു. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എനിക്ക് അതിലൊരു മെറിറ്റും ഇല്ല. അത് പൂർണ്ണമായിട്ടും മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ചതാണ്. ഇപ്പം എൻ്റെ ഓസ്ട്രേലിയ എന്നുള്ള എൻ്റെ ആഗ്രഹത്തിലോട്ട് ഞാൻ പോവുകയാണ്. മെയ് 21 ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്കിനി ഒരു ജോബ് വേണം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നീട് എനിക്ക് എൻ്റെ പപ്പയുടെ പേരിലൊരു കണ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടം ഞങ്ങൾ കുറേ നാൾക്ക് മുമ്പേ പപ്പയുടെ പേരിലോട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചതാണ്. അതിൻ്റെ പുറകെ ഞങ്ങൾ കുറേ നടന്നതാണ്. പക്ഷെ ഒന്നും ആകാണ്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് അത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ദൈവം തുറന്നു തരികയും അതെൻ്റെ പപ്പയുടെ പേരിലേക്ക് ആക്കി കിട്ടുകയും ചെയ്തു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേക കാര്യങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തിരുകുമാരൻ വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് തിരുകുമാരനും നന്ദി പറയുന്നു. ഇവിടെ പറയാത്ത കുറേ സാക്ഷ്യങ്ങളുണ്ട്. അവരെ ഇപ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ടാണത് പറയാത്തത്. പെട്ടെന്ന് തന്നെ അവർ വന്നു കഴിയുമ്പോൾ ഞങ്ങളിവിടെ വന്നത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ സൗദിയിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അവിടെ ഹോസ്പിറ്റലുകളിൽ ഞാൻ കൊടുക്കാറുണ്ട്. കഴിക്കാൻ പോകുന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാം പോയ സെൻറ്ററുകളിൽ അവിടെ പോയി അവിടെ വരുന്ന സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. പിന്നെ അവശനിലയിലും ബുദ്ധിമുട്ട് പറയുന്നവർക്ക് ഞാൻ സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. ഫുഡായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അങ്ങനെയുള്ളൊരു സമയമൊന്നും കിട്ടാറില്ല. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം പണ്ട് എനിക്ക് എല്ലാത്തിലും ഒരു ഡിപ്രഷനായിരുന്നു. ഡിപ്രഷനോ പുച്ഛോ എന്തേലോ ആട്ടെ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനും എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ, എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഉടമ്പടി എടുത്തതോടെ എന്തിനാ അത് കുറച്ചുകൂടെ വൈഡായിട്ട് എനിക്ക് ചിന്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. പിന്നെ പ്രാർത്ഥിക്കാനായാലും നല്ല മനസ്സായി. പിന്നെ കുർബാനയും കുമ്പസാരവും ഞങ്ങൾക്ക് അവിടെ വെരി റെയർലിയാണ് കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും നന്മകളും അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി.